ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ ഞാൻ പറയായിരുന്നു നടുവേ ഓടിയില്ലെങ്കിലും സൈഡിൽ കൂടെയെങ്കിലും ഓടണമെന്ന്. അപ്പോൾ അങ്ങനെ ട്രെൻഡിനൊപ്പം പോയതാണ് കേട്ടോ ഇന്നത്തെ കേക്ക് വീഡിയോയിൽ എൻ്റെ മോളുടെ ബർത്ത്ഡേക്കായിട്ട് ഉണ്ടാക്കിയ ഒരു അസിമെട്രിക്കൽ കേക്കാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് അതാണല്ലോ. എല്ലാവരും ഞാൻ ചെയ്ത് കണ്ടേക്കുന്നത്, അതായത് ഫോട്ടോസ് കണ്ടിട്ടുള്ള ഒരു 3 ടയറാണ്. എനിക്കൊരു ആഗ്രഹം 4 ടയർ ചെയ്യണം, 4 ഫ്ലേവേഴ്സ് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെ വെറൈറ്റി ആയിട്ട് 4 ടയറും 4 ഫ്ലേവേഴ്സുമാണ് ചെയ്തിട്ടുള്ളത്. പിസ്ത, ചോക്ലേറ്റ്, വാനില, മാംഗോ 4 ഫ്ലേവറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു വെറൈറ്റി കളർ കോംബോ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമായിരുന്നു. അപ്പോൾ കളർ കോംബോ എനിക്ക് പറഞ്ഞത് നമ്മുടെ ടേബിൾ ട്രീറ്റ്സ് ബൈ നാസിലയാണ് കേട്ടോ. ഒരു വെറൈറ്റി കളർ കോംബോ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾ എനിക്ക് എടുത്ത് തന്നതാണ് ഈ കളേഴ്സ്. അപ്പോൾ ഞാനിത് 2 kg 4 സ്പഞ്ച് ചെയ്ത് 7 ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത്. 2 ലെയറാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇതിൻ്റെ അടിയിലത്തെ ലെയർ അടിയിൽ തന്നെയായിരുന്നു വെക്കേണ്ടത്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ ആരുടെ അടുത്തതിൻ്റെ അതിനെ ചോദിച്ചിരുന്നില്ല എങ്ങനെ ചെയ്യണമെന്നൊന്നും. സ്വന്തം അങ്ങ് ചെയ്തതാണ്. അപ്പോൾ അതായിരുന്നു കുറച്ചുകൂടി സേഫ്റ്റി എന്ന് പറഞ്ഞു കേട്ടു പിന്നീട്. പിന്നെ അതുപോലെ സോക്കിങ്ങും കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഞാൻ സാധാരണ സോക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തു. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും ഇത് കൂളാവണം. ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ട്, ഫുൾ ഐസിങ് കഴിഞ്ഞിട്ട്. അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് 2 ദിവസം കറണ്ട് കുറവായിരുന്നു. കുറച്ച് സമയത്ത് മാത്രമാണ് കറണ്ട് ഉണ്ടായിരുന്നത്. മഴയും കാറ്റും ഒക്കെ ആയിട്ട് കറണ്ട് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂളാവാനുള്ള സമയമില്ല. പിന്നെ വീട്ടിലേക്കാണല്ലോ ഇത്തിരി ഫോൾട്ട് വന്നാലും കുഴപ്പമില്ല എന്ന് കരുതി ഞാനങ്ങ് ചെയ്യുമായിരുന്നു ചെയ്തത്. അപ്പോൾ ആദ്യത്തെ 2 ടയർ പിസ്തായും വാനിലയും വെച്ചപ്പോൾ വലിയ വിഷയമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ടയർ വാനില എടുത്ത് വെക്കാൻ നേരം മാംഗോ എടുത്ത് വെക്കാൻ നേരം എടുത്ത് വെക്കാൻ പറ്റണ്ടായിരുന്നില്ല. പിന്നെ 2 നൈഫ് ഉപയോഗിച്ചിട്ടാണ് എടുത്ത് വെച്ചത്. അങ്ങ് വളഞ്ഞു പോകുമായിരുന്നു. ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു. സ്പഞ്ച് സോക്കും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടായിപ്പോയി. കൂളിങ്ങും കുറവായിപ്പോയല്ലോ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ചോക്ലേറ്റും വെച്ചു. അത് കഴിഞ്ഞ് ഇത് താങ്ങി നിർത്താൻ വേണ്ടി കുറച്ച് ഫോക്സ് ബോൾസ് ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു. സൈഡിലേക്ക് അങ്ങ് ചെരിഞ്ഞു പോകുമായിരുന്നു. അപ്പം ഫോക്സ് ബോൾസൊക്കെ അടിയിലേക്കൂടെയൊക്കെ തട്ടിക്കൊടുത്തു. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈ വെച്ച് കൊടുത്തു. പിന്നെ സൈഡിൽ വിഷസ് വെച്ചത് ഫോണ്ടൻറ്റ് പരത്തിയിട്ട് അതിൽ ഈ അന്തോണി ലെറ്റർ കട്ടർ ഉപയോഗിച്ച് വൈറ്റിൽ തന്നെ വെച്ചിട്ട് ഗോൾഡൻ ഡസ്റ്റ് കൊടുക്കുക. ഗോൾഡൻ ഡസ്റ്റ് സൺഫ്ലവർ ഓയിലിൽ മിക്സ് ചെയ്തിട്ടാണ് അങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ബട്ടർഫ്ലൈസും ഒരു അക്രലിക് ഹാർട്ടും ഒക്കെ അങ്ങ് വെച്ച് കേക്ക് ഫിനിഷ് ചെയ്തു. പിന്നെ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ വലിയ വിഷയം തോന്നില്ല. പക്ഷേ ഇത്രയൊക്കെ വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് വീഡിയോ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ ഇത് എനിക്ക് ആരും ഇതുവരെ ഒരു ലോങ് വീഡിയോ ചെയ്തേക്കുന്നത് കണ്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇതിൻ്റെ കുറച്ച് ഫാൾട്ടുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്